ഓം ശാന്തി. ഒരിക്കൽ ഒരു ഉത്സവ പറമ്പിൽ ഒരു ബലൂൺ വിൽപ്പനക്കാരൻ ഹൈഡ്രജൻ നിറച്ച ബലൂണുകൾ അങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ആളുകളെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി അയാൾ അതിൽ ഓരോ ബലൂണിനെ നൂല് പൊട്ടിച്ച് ആകാശത്തേക്ക് പറത്തിവിടും. ആ പറന്നു പോകുന്ന ബലൂൺ കാണുമ്പോൾ എല്ലാവരും ആ ബലൂണിലേക്ക് ആകർഷിക്കപ്പെടും. പെട്ടെന്ന് ഇയാളടുത്തുള്ള വാങ്ങിക്കാൻ വരുന്ന ആളുകളുടെ എണ്ണം കൂടും. ആൾ കുറഞ്ഞു, കുറച്ച് ശ്രദ്ധ കുറഞ്ഞു എന്ന് കണ്ടാൽ ചിലപ്പോൾ അയാൾ ഒരു ബലൂൺ എടുത്ത് പൊട്ടിച്ചിട്ട് സൗണ്ട് ഉണ്ടാക്കും, അല്ലെങ്കിൽ അയാൾ ആ ഒരു ബലൂണിൻ്റെ നൂല് അറുത്ത് വിട്ട് ഹൈറ്റ്സിലേക്ക് വിട്ടിട്ട് സൗണ്ട് ഉണ്ടാക്കും. ഇങ്ങനെയൊക്കെ ആളുകൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരിക്കൽ അയാൾ ഒരു ചുവന്ന ബലൂണിൻ്റെ കയറ് പൊട്ടിച്ച് ആകാശത്തേക്ക് പറത്ത് വിട്ടപ്പോൾ ഒരു കുട്ടി അയാളടുത്ത് വന്ന് ചോദിക്കുകയാണ്, അങ്കിൾ ഈ കറുത്ത ബലൂൺ ഉണ്ടല്ലോ, ഈ ബലൂണും ഇങ്ങനെ ഉയരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ ആ കുട്ടിയോട് മറുപടി പറയും, മോനെ ഈ കറുത്ത ബലൂണും ചുവന്ന ബലൂണും മാത്രമല്ല, ഇവിടെ വീർപ്പിച്ച് കെട്ടിയതായിട്ടുള്ള എല്ലാ ബലൂണുകൾക്കും കാറ്റിൽ ഉയരാനുള്ളതായിട്ടുള്ള ശക്തിയുണ്ട്. പക്ഷെ കണ്ടീഷൻ എത്ര മാത്രമേ ഉള്ളൂ, ആ ബലൂണുകളുടെ ഉള്ളിലൊക്കെ തന്നെ ഹൈഡ്രജൻ നിറച്ചിട്ടുണ്ടായിരിക്കണം, അവിടെയൊക്കെ നൂലർത്തിട്ടുണ്ടായിരിക്കണം, എന്നാൽ അവർക്ക് ഉയരാൻ പറ്റുമെന്ന്. ഇത് തന്നെയാണ് വാസ്തവികത. നമ്മുടെ ഉള്ളിലെ ആ ഒരു ക്ലോസ് മെൻറ്റാലിറ്റി, ഞാൻ ഇത്രയ്ക്ക് എനിക്ക് പറ്റൂ എന്നുള്ളതായിട്ടുള്ള മനോഭാവം, ആ കയറുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ സ്വയം നമ്മളെ കെട്ടിപ്പോകുമ്പോൾ ആ മനോഭാവങ്ങളുടെ ഫലമാണ് പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ പിന്നോട്ട് തിരിക്കുന്നത് തന്നെ. എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയി തീർന്നേ തീരൂ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ആഗ്രഹത്തിനൊപ്പത്തിനൊപ്പം ജനിക്കേണ്ട വേറൊരു കാര്യമുണ്ട്, എനിക്ക് എന്താണെങ്കിലും ചെയ്തേ തീരൂ എന്നുള്ളതായിരിക്കുന്ന വാശി. ആ വാശിയിലാണ് മനുഷ്യന്മാർ തോറ്റുപോകുന്നത്. ആ കയറ് നമ്മൾ മുറിച്ചേ പറ്റൂ. ആ കയറ് മുറിക്കുമ്പോൾ ആ ബലൂണിനുള്ളിൽ നമ്മൾ വേണ്ടത്ര ഊർജ്ജമാകുന്ന ഹൈഡ്രജൻ നിറയ്ക്കുമ്പോൾ അതാർക്കും പിടികിട്ടാത്ത രീതിയിൽ നൂല് പൊട്ടിച്ച ബലൂൺ യാതൊരു ലിമിറ്റും ഇല്ലാതെ ആകാശത്ത് ഉയരങ്ങളിലേക്ക് പറന്നു പൊന്തും പോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് പറന്നുയരാനായിട്ട് സാധിക്കും. ആ ഊർജ്ജം നിറയ്ക്കാനും ആ കയറ് പൊട്ടിക്കാനുള്ളതായിരിക്കുന്ന കുറച്ച് ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം തന്നെ എല്ലാ കാര്യത്തിനും ഏറ്റവും നന്നായി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ ആധാരത്തിൽ നിങ്ങളോട് പറഞ്ഞു തരികയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ചില ആളുകൾ ഹൈറ്റ്സിലെത്തിയിട്ടുള്ള, ജീവിതത്തിൽ നല്ല നല്ല തലങ്ങളിലെത്തിയിട്ടുള്ള ആളുകൾ, ചിലർ ഒരു ഫീൽഡിൽ, എല്ലാ ഫീൽഡിലും ഒരുപോലെ ഒരു ഹൈറ്റ്സിലെത്തിയിട്ടുണ്ടായിക്കൊള്ളുന്നില്ല. ചിലർ സിംഗിങ്ങിൻ്റെ ഫീൽഡിലാവാം, ചിലർ കുക്കിങ്ങിൻ്റെ ഫീൽഡിലാവാം, ചിലർ ടീച്ചിങ്ങിൻ്റെയാണ്, ചിലർ സയൻസിൻ്റെയാണ്. പക്ഷേ ആ ഹൈറ്റ്സിലെത്തിയ ആളുകളിലൊക്കെ ഞാനൊരു കോമൺ ഫാക്ടർ കണ്ടിട്ടുള്ളത്, അവരെന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് ഏറ്റവും നന്നായി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈവൻ ഒന്ന് അടിച്ചുവാരി തുടയ്ക്കുന്ന ഒരു സാഹചര്യം അവർക്ക് ഉണ്ടെങ്കിൽ പോലും അവർ ഒപ്പിച്ചടിച്ചുവാരി തുടയ്ക്കില്ല. ചില ആളുകൾ കണ്ടിട്ടുണ്ടാവും, നടുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരണ്ടി, അവിടെ മണ്ണുണ്ടാവും, പൊടിയുണ്ടാവും, അടിച്ചിട്ടും ഉണ്ടാവും, തുടച്ചിട്ടും ഉണ്ടാവും, എല്ലാം അവിടെ കിടക്കുന്നുണ്ടായിരിക്കും. ആ ഒരു പണി ഒരിക്കലും ഹൈറ്റ്സിൽ പോകുന്ന ആളുകൾ നമ്മൾ പ്രതീക്ഷിക്കരുത്. തീർച്ചയായിട്ടും അവർ ചെയ്യുന്ന കാര്യമെല്ലാം ഏറ്റവും നന്നായി ചെയ്യാൻ ശ്രമിക്കും. സാധാരണ കാര്യമായിരിക്കും, അവർ ചെയ്യുന്നത് കാണുമ്പോൾ അതിൻ്റെ പെർഫെക്ഷനിൽ മറ്റുള്ളവർക്ക് ചെയ്യാൻ തോന്നിപ്പോകും. ഈവൻ എക്സ്പീരിയൻസിൻ്റെ കുറവ് കൊണ്ട് ഏറ്റവും പെർഫെക്റ്റ് ആക്കാൻ അവർക്ക് സാധിച്ചില്ലെന്നിരിക്കാം. പക്ഷെ അവരുടെ പരിശ്രമം ആ കാര്യവും ഏറ്റവും നന്നാക്കാൻ വേണ്ടി അവർ ചെയ്തിട്ടുള്ളതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ബ്രഹ്മ ബാബ, ജഗദംബ സരസ്വതി, മമ്മ, ദാദിമാര്, എല്ലാവരിൽ നിന്നും ഈ ഒരു വലിയ ക്വാളിറ്റി, പറയാൻ ചെറിയ കാര്യമാണ് പക്ഷെ വലിയ ക്വാളിറ്റി. ഈവൻ ഒരു എന്തെങ്കിലും ഒരു ചായ ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ആ ചായ ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കി, നന്നായിട്ട് പതപ്പിച്ചാറ്റി, അതിൻ്റെ ടേസ്റ്റിൽ, അതിൻ്റെ സ്വീറ്റിൽ, അത് കഴിച്ച ആൾക്ക് ക്ഷീണം മാറി എന്ന് പറയത്തക്ക ഒരു ചായ ഉണ്ടാക്കി കൊടുക്കണം. ചായ ഉണ്ടാക്കി കൊടുക്കുക എന്ന് വെച്ചാൽ അതിൽ വെള്ളവും പഞ്ചസാരയും പാലും ഒക്കെ ചേർത്തിട്ട് എല്ലാവരും ചായ ഉണ്ടാക്കും. പക്ഷെ ചിലർ ചായ ഉണ്ടാക്കുമ്പോൾ ഒരു ചായ കുടിച്ചപ്പോൾ എന്നെ ക്ഷീണം മാറി എന്നൊക്കെ പറഞ്ഞു പോകും. അത് ആ രീതിയിൽ ചെയ്യുന്ന കർമ്മത്തിലെല്ലാം പെർഫെക്ഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുക. അത് ഒരു വലിയ ഗുണമാണ്. അറിയാതെ നമ്മുടെ സംസ്കാരത്തിനുള്ളിലേക്ക് ഇറങ്ങി വരുന്ന ഗുണമാണ്. ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഹൈറ്റ്സിനെ ബാധിക്കുന്നത്? എന്തൊരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോഴും അതുണ്ടാക്കുന്നൊരു ഊർജ്ജമുണ്ട്. ഞാൻ ഒരു കാര്യം ഒപ്പിച്ച് ചെയ്യുമ്പോൾ ആ കാര്യം ഉണ്ടാക്കുന്നൊരു ഊർജ്ജമുണ്ട്. ഒരു കാര്യം ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ആ കാര്യം ഉണ്ടാക്കുന്നൊരു ഊർജ്ജമുണ്ട്. നിങ്ങൾ എല്ലാ കാര്യവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുള്ളൂ എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതായിരിക്കുന്ന ഊർജ്ജം ഹൈലി പവർഫുൾ പോസിറ്റീവായിരിക്കുന്ന ഊർജ്ജമാണ് പുറത്തു വരിക. അത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നന്നായി ചെയ്ത് ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് എത്താനുള്ള ഒരു ഘടകമായിട്ട് മാറുകയും ചെയ്യും. പരുന്ത് കണ്ടിട്ടുണ്ട്, പക്ഷികളെല്ലാവരും പറക്കാറുണ്ട്. പരുന്തിനോണം ഉയരത്തിൽ
ഉയരത്തിൽ പറക്കുന്നവരില്ല. അതുകൊണ്ടാണ് പരുന്തിന് നാരായണന്റെ വാഹനമായിട്ട് ഗരുഡനെ പറയാൻ കാരണം. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സിംഹം കാട്ടിലെ രാജാവ് എന്ന് പറയുന്നത് സിംഹം കാട് ഭരിക്കാനൊന്നും പോകുന്നില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് സിംഹത്തെ കാട്ടിലെ രാജാവ് എന്ന് പറയുന്നത്? ആ പെരുമാറ്റം, ആ വ്യവഹാരം, ആ നടത്തം, ആ ഇരുത്തം, അതിലൊക്കെ തന്നെ ആ രാജകീയതയുണ്ട്. തൻ്റെ കർമ്മങ്ങളിലൂടെ ആ സംസ്കാരത്തെ തൻ്റെ ഉള്ളിൽ നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ചെറുതും വലുതുമായ ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും, ഈവൻ നിങ്ങളുടെ ബാത്റൂം നീറ്റാക്കി വെക്കുന്നത് മുതൽ റൂം നീറ്റാക്കി വെക്കുന്നതാണെങ്കിലും, സ്വന്തം ശരീരത്തെ ക്ലീൻ ചെയ്യുന്നതാണെങ്കിലും, സ്വന്തം ഡ്രസ്സിങ് ആണെങ്കിലും, ഈച്ച് ആൻഡ് എവറി ആക്ഷൻ നിങ്ങൾ എന്തെന്ന് നിങ്ങളെ പ്രകടമാക്കിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ജീവിതം ഹൈറ്റ്സിലേക്ക് പോകണോ, സാധാരണയിലേക്ക് വേണോ, താഴണോ, ഇതൊക്കെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ്. ഓരോ കർമ്മത്തിനും അതിൻ്റെ പ്രഭാവം നമ്മുടെ സംസ്കാരത്തിലുണ്ട്. സംസ്കാരങ്ങളാണ് ജീവിതത്തെ വാർത്തെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആ മനോഭാവം വളർത്താൻ വേണ്ടി ചെയ്യുന്നതെന്തും നന്നായി ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. രണ്ടാമത്തെ കാര്യം, ചെയ്യാൻ ആഗ്രഹിക്കുന്നതെല്ലാം പരിധികൾക്കപ്പുറത്തേക്ക് ചിന്തിക്കുക. എല്ലാ മനുഷ്യന്മാരും ചെയ്തതിൻ്റെ ഫോളോ ചെയ്യരുത്. ഇവർ ഈ ബിസിനസ് തുടങ്ങി ഈ കാര്യം ചെയ്തിരിക്കുന്നു, നന്നായിട്ട് ചെയ്യുന്നുണ്ട്, സോ ഞാനും തുടങ്ങട്ടെ, ഞാനും ചെയ്യട്ടെ, ഞാനും നേടട്ടെ. അവിടെ നിങ്ങൾ നിങ്ങളുടെ ലിമിറ്റിൽ കൊണ്ടുവയ്ക്കുകയാണ്. അതുകൊണ്ട് ചെയ്യേണ്ടത്, കാണേണ്ടത് എപ്പോഴും പരിധികൾക്കപ്പുറത്തേക്ക്. ഒരിക്കൽ ബഹിരാകാശ ഗവേഷണ രംഗത്ത് നമ്മുടെ ഭാരതത്തെ പരിഹസിച്ചിരുന്നവർ ഒറ്റ പ്രാവശ്യത്തെ പരിശ്രമം കൊണ്ട് നമ്മൾ മംഗൾയാൻ ലക്ഷ്യത്തിലെത്തിച്ചതോട് കൂടിയിട്ട് ഭാരതത്തെ ആദരവോട് നോക്കുന്നവരായിട്ട് മാറിക്കഴിഞ്ഞു. അതും ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ മംഗൾയാൻ സക്സസ് ആക്കി മാറ്റുക എന്നുള്ള കാര്യം സാധാരണ മറ്റു രാഷ്ട്രങ്ങൾക്ക് നമ്മുടെ ഇന്ത്യ ചെയ്യുമെന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അതും 1 കിലോമീറ്ററിന് 7 രൂപ മാത്രം ചെലവിലാണ് നമ്മുടെ ഭാരതം ചെയ്തത്. അതോടെ ഭാരതത്തിൻ്റെ പരിധികൾക്കപ്പുറത്ത് ചിന്തിച്ച ഭാരതം പരിധികൾക്കപ്പുറത്തുള്ള ആദരവിൻ്റെ ലോകത്ത് എത്തിച്ചേരുകയും ചെയ്യും. എന്ത് കാര്യമാണെങ്കിലും അസംഭവ്യമായതിനെ സംഭവ്യമാക്കുന്നതും സംഭവ്യമായതിനെ അസംഭവ്യമാക്കുന്നതും നമ്മുടെ മനോഭാവങ്ങളാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എല്ലാവരും ചെയ്ത പോലെ മാത്രം ചെയ്ത് അവിടെ കുടുങ്ങി നിൽക്കാതെ എല്ലാവരും ചെയ്തതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയുള്ള പരിധിയില്ലാത്ത ഭാവം കൊണ്ടുവരൂ. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ വളരെ വലിയ ശക്തിനെ ഉണർത്തിയെടുക്കുകയും അവിടേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. മാത്രമല്ല, മുന്നോട്ട് പോകണോ, തീർച്ചയായിട്ടും റിസ്ക് എടുക്കണം. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എല്ലാ യുഗങ്ങളിലെ അവതാര പുരുഷന്മാരെ പറയുമ്പോഴും കൃഷ്ണൻ ഏറ്റവും ആദരണീയനാവുന്നത് എങ്ങനെയാണ്? കൃഷ്ണൻ ജനിച്ച കാലം തൊട്ട് കൃഷ്ണൻ ഫൈറ്റ് ചെയ്യേണ്ടതാണ് വന്നിട്ടുള്ളത്. അവസാനം സമ്പൂർണ്ണ ധർമ്മത്തെ സ്ഥാപിക്കാൻ വേണ്ടിയാണ്. രാമൻ രാവണനെ കൊല്ലുമ്പോഴാണ് രാമൻ്റെ അവതാര ഉദ്ദേശം തന്നെ. ഓരോ അവതാരങ്ങളും ഇന്ന് ആദരിക്കപ്പെടുന്നവരാകുന്നെങ്കിൽ, ആരാധിക്കപ്പെടുന്നവരാകുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ അവർ ചെയ്തതായിട്ടുള്ള വലിയ റിസ്കുകളാണ്. വലിയ റിസ്കുകളെ സമചിത്തതയോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് നേരിടുമ്പോൾ അവരെല്ലാവരാലും ആരാധ്യരായിട്ട് മാറുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏത് വലിയ റിസ്ക് വരുമ്പോഴും ആ റിസ്കുകളെ ഏറ്റെടുക്കാനും അതിൽ എക്സ്ട്രാ പവർ ഉപയോഗിച്ചുകൊണ്ട്, എക്സ്ട്രാ എനർജി ഉപയോഗിച്ചുകൊണ്ട്, എക്സ്ട്രാ എഫേർട്ട് എടുത്തുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തെ സമചിത്തതയോടുകൂടി ഒരു പുഞ്ചിരിയോടുകൂടെ നേരിട്ട് നോക്കും. നിങ്ങളെല്ലാവരാലും ആരാധ്യരായിട്ട് മാറുക തന്നെ ചെയ്യും. ദേവനും ദേവിയുമായില്ലെങ്കിലും നിങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൽ എല്ലാവരുടെയും ആദരവ് നേടുന്ന മാനനീയനായ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരു ജീവിതത്തിൽ ഒരു റിസ്ക് വരുമ്പോഴത്തേക്കും എന്നെങ്ങനെ പരീക്ഷിച്ചേന്ന് ചോദിക്കരുത്. സാധാരണക്കാരെന്തുകൊണ്ട് ഭഗവാൻ എന്നെ തന്നെ പരീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഓർത്തു പോവാറുണ്ട്, പരീക്ഷണങ്ങൾ നേരിടാൻ വേണ്ടി മാത്രമായിരുന്നു അവതാരങ്ങൾ ജനിച്ചതുപോലും. അപ്പം അതുകൊണ്ട് തൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം പൂർത്തിയാക്കാനുള്ള യാത്രയിൽ ഈ കൊച്ചു കൊച്ചു റിസ്കുകളെയൊക്കെ തന്നെ പുഞ്ചിരിച്ചുകൊണ്ട്, സന്തോഷിച്ചുകൊണ്ട്, യെസ് എൻ്റെ അടുത്ത സ്റ്റെപ്പ് എത്തി, ഇങ്ങനെ ഞാൻ മുന്നോട്ടാണെന്ന് വിചാരിച്ചുകൊണ്ട് പോകൂ. ഒരു ദിവസം തീർച്ചയായിട്ടും ഏറ്റവും കഠിനമായ പരീക്ഷ കഴിയുന്ന ദിവസം തൊട്ട് നിങ്ങളുടെ നല്ല ദിനങ്ങൾ ആരംഭിച്ചിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ഒരു വിഷമവും കൂടാതെ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം. ഒപ്പം എത്രമാത്രം സീരിയസ് ആയിക്കൊണ്ട് തൻ്റെ ജീവിതത്തിലെ റിസ്കിനെ ഫേസ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം രസകരമാക്കിയ മനസ്സിനെ മാറ്റാനും നമ്മൾ വെക്കണം. എത്രത്തോളം നമ്മൾ സീരിയസ് ആണോ അത്രത്തോളം നമുക്ക് കെയർഫുൾ ആൻഡ് ചിയർഫുൾ, ആ ബാലൻസിങ് വളരെ ആവശ്യമാണ്. നമ്മൾ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്, ഒത്തിരി ടെൻഷൻ കാര്യങ്ങളൂടെ കടന്നു പോകുന്ന ആളാണെന്ന് കരുതിയിട്ട് ആ മുഖത്ത് പുഞ്ചിരി അതൊരിക്കലും ഇല്ലാണ്ടാക്കരുത്. ഒരാളോട് തമാശ പറഞ്ഞ് എല്ലാവരും ചിരിക്കുമ്പോൾ ഞാൻ ഭയങ്കര സീരിയസ് ആണെന്ന് പറഞ്ഞിരിക്കരുത്. തമാശ പറഞ്ഞ് ചിരിക്കുമ്പോൾ കൂടുതൽ ചിരിക്കാൻ കഴിയുന്നതാണ് കപ്പാസിറ്റി. നമ്മുടെ മനസ്സിന് ആ ഒരു ഭാരം ഇല്ലാതാക്കാൻ വേണ്ടി കുറച്ചൊക്കെ ഒരു രസകരമായിട്ട് എന്തെങ്കിലും കാണാനും, ആരെങ്കിലും എന്തെങ്കിലും അങ്ങനെ തമാശ പറയുമ്പോൾ ഒരു ലൈറ്റർ മൂഡിൽ അതിനെടുക്കാനും നിങ്ങൾക്ക് സാധിക്കണം. അതൊരു വലിയ ക്വാളിറ്റി തന്നെയാണ്. ആ
ക്വാളിറ്റി അധികം സംഘർഷങ്ങൾ കൂടാതെ ഒരു പക്ഷേ ആ രീതിയിൽ നമുക്ക് എടുക്കാൻ സാധിക്കുമ്പോൾ ഞാൻ അനുഭവിച്ച വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ആരെങ്കിലും നമ്മളെ ശക്തമായിട്ട് വിമർശിക്കുമ്പോൾ പോലും അതിനൊരു ലൈറ്റർ മൂഡിൽ എടുക്കാനായിട്ട് ഹ്യൂമർ ആൻഡ് ലോഫ്റ്റർ എന്ന ഒരു സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. അതുകൊണ്ട് എന്തെങ്കിലും തമാശകൾ ആരെങ്കിലും പറയുമ്പോൾ അതിന് തമാശയായിട്ട് സ്വീകരിക്കുക, അത് ആസ്വദിക്കുക, അതിനെ ലൈറ്റ് വേലെടുക്കുക. അതും നമ്മുടെ സംസ്കാരത്തെ പോസിറ്റീവാക്കി മാറ്റാൻ ഒരുപാട് സഹായിക്കുന്ന ഘടകമാണ്. മറ്റൊന്ന്, ഒരു സ്ട്രോങ് ലീഡർ കൂടിയാവണം. പറയുന്നവരെ ഫോളോ ചെയ്യാനല്ല ആളുകൾ കാര്യങ്ങൾ ചെയ്യുന്നവരെ ഫോളോ ചെയ്യാനാണ് ആളുകൾക്ക് ഇഷ്ടം. അതുകൊണ്ട് പറഞ്ഞ് ചെയ്യുന്നവരല്ല, ചെയ്ത് ചെയ്യിപ്പിക്കുന്നവർ. ഞാൻ എൻ്റെ ഈ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായി കാണുന്നത് അങ്ങനെയുള്ള ലീഡേഴ്സിനായി നയിക്കപ്പെടുന്ന ഒരു ഓർഗനൈസേഷൻ, അതിൽ ചേരാൻ, അതിൻ്റെ ഭാഗമാകാൻ ഭഗവാൻ എനിക്കൊരു അവസരം തന്നു എന്നുള്ളതാണ്. എന്ത് ജ്ഞാനം ശിവൻ ബ്രഹ്മമുഖത്തിലൂടെ ഉച്ചരിച്ചോ, ഭഗവാന്റെ മഹാവാക്യം ബ്രഹ്മമുഖത്തിലൂടെ വരുമ്പോൾ, ഞാൻ പലപ്പോഴും പല വീഡിയോകളും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മിയാ പോലെ ദാഡി ഹിലെ എന്ന് ഹിന്ദിയിൽ ഒരു ചൊല്ലുള്ള പോലെ ബ്രഹ്മാവിൻ്റെ മുഖത്തിലൂടെ ശിവന്റെ മഹാവാക്യം ഉച്ചരിക്കപ്പെട്ടുവെങ്കിൽ അത് ഉടനെ പ്രാക്ടിക്കലായിട്ട് ബ്രഹ്മാവിൻ്റെ ശരീരത്തിലൂടെ അത് സംഭവിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അത്തരത്തിൽ എന്ത് ഭഗവാന്റെ ആജ്ഞയും അതേ റിസ്കോട് കൂടി ചെയ്ത് കാണിച്ചു. നിങ്ങൾ ചെയ്യാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചതായിരുന്നില്ല ബ്രഹ്മബാബ. തൻ്റെ കർമ്മത്തിലൂടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ മുതൽ വലിയ വലിയ കാര്യങ്ങൾ വരെ അന്ന് കൂടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകളുടെയും ഫുഡിൻ്റെയും അവരുടെ സേഫ്റ്റിയുടെയും എല്ലാവിധ റെസ്പോൺസിബിലിറ്റി എടുക്കുമ്പോഴും കൊച്ചു കാര്യങ്ങളായിട്ടുള്ള ചാണകം തട്ടിപ്പരത്തി ഉണക്കാൻ ഉണ്ടാക്കുന്നത്, ക്ലീനിങ് ചെയ്യുന്നത്, വാഷിംഗ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തൻ്റെ മക്കൾക്കൊപ്പം പ്രവർത്തിച്ച് കാണിച്ച ആളായിരുന്നു ബ്രഹ്മബാബ. മമ്മ, ദാദി, ദീദി, ഈ ബ്രഹ്മകുമാരി ഈശ്വരി വിശ്വവിദ്യാലയം ഇത്തരത്തിലതായിരിക്കുന്ന തൻ്റെ കർമ്മത്തിൽ കൊണ്ടുവന്ന മഹാൻ തപസ്വിനികൾ കൊണ്ട് നിറഞ്ഞൊരു വരദാനമാണ്. ഞാനും എൻ്റെ ജീവിതത്തിൽ എന്നും ആ ഒരു സൗഭാഗ്യത്തെ ഭഗവാനോട് ഞാൻ താങ്ക്സ് പറയും. ഇങ്ങനെ ഒരു പാത്തിൽ എനിക്കും ഒരിടം തന്നതിന് ഈശ്വരനോട് നന്ദി പറയും. ചെയ്ത് കാണിക്കുന്നവരാണ് സ്ട്രോങ് ലീഡേഴ്സ്. അവർക്കാണ് മറ്റുള്ളവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും തൻ്റെ ലക്ഷ്യം വരെ എത്താൻ സാധിച്ചുവെങ്കിൽ അതിന് വിജയമായി കാണുന്ന മനോഭാവം അവർക്കുണ്ടാവും. ഞാൻ ഓർത്തു പോകുകയാണെന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം, 1992 ബാഴ്സലോണയിൽ നടന്നതായിരിക്കുന്ന ഒളിമ്പിക്സിൽ അത്ലറ്റ് ആയിരുന്നതായിട്ടുള്ള ഡെറിക് റെഡ്മണ്ട് 400 മീറ്ററിൻ്റെ ഓട്ടത്തിൽ വെച്ച് ഓടുന്നതിലേണയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ഹാംസ്ട്രിങ് പൊട്ടിപ്പോയി. വേദന കൊണ്ട് പൊളഞ്ഞ് ഡെറിക് അവിടെ ട്രാക്കിൽ തന്നെ വീഴുകയാണ്. വീണ ശേഷം താനെ എല്ല് പൊട്ടി വീണു എന്ന ഒരു ഫീൽ ഒഴിവാക്കിക്കൊണ്ട് ആ ഒരു വേദനയെ സഹിച്ചുകൊണ്ട് അവിടുന്ന് എഴുന്നേറ്റ് ഞൊണ്ടി ട്രാക്കിലൂടെ മുന്നോട്ട് പോകാൻ നോക്കുക. ആൾക്കൂട്ടത്തിൽ ഒരാൾ ഗാലറിയിൽ നിന്ന് സെക്യൂരിറ്റിയെ പൊട്ടിച്ചുകൊണ്ട് അകത്ത് ചാടി വന്ന് ഡെറിക്കിനെ മുന്നോട്ട് പോകാൻ വേണ്ടി സഹായിച്ചു. മറ്റാരുമായിരുന്നില്ല, ഡെറിക്കിൻ്റെ അച്ഛൻ. കണ്ണുകൾ നിറഞ്ഞൊഴുകി വേദന കൊണ്ട് പൊളയുമ്പോഴും ഞൊണ്ടി ആ ഓട്ടം പൂർത്തിയാക്കാനുള്ള ആവേശത്തിലായിരുന്നു. അവസാനം ആ ഫൈനൽ പോയിന്റ് എത്തും മുന്നേ അച്ഛൻ മാറി നിന്നു, മകൻ ഞൊണ്ടി ഓട്ടം പൂർത്തിയാക്കി. ആ ഡെറിക്കിനെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ഓട്ട മത്സരത്തിൽ എവിടെ എത്താൻ പറ്റിയില്ല. പക്ഷെ ദ മോസ്റ്റ് വണ്ടർഫുൾ ഫാക്ടർ, അദ്ദേഹം ആ പോയിന്റിൽ എത്തിക്കഴിഞ്ഞ് അതിനെ ക്രോസ് ചെയ്യുമ്പോൾ ആ ഗാലറിയിൽ ഉണ്ടായിരുന്ന 6500 ആളുകളും എഴുന്നേറ്റ് നിന്ന് സ്റ്റാൻഡിങ് ആവിയേഷൻ കൊടുക്കുകയാണ്, എഴുന്നേറ്റ് നിന്ന് ആദരിക്കുകയാണ്, കരഘോഷങ്ങൾ കൊണ്ട് മുഴക്കുകയാണ്. അന്നത്തെ ദിവസം 1ാം സ്ഥാനത്ത് ഓടിയെത്തിയ ആൾക്ക് പോലും അങ്ങനെ ഒരു റെസ്പെക്ട് സമൂഹത്തിൽ കിട്ടിയില്ലായിരുന്നു. പക്ഷെ തൻ്റെ ഞൊണ്ടുന്ന കാലുകൊണ്ട് ലക്ഷ്യം നേടിയെടുത്തതായിരിക്കുന്ന ഡെറിക് ആ ഒരു ആദരവ് പബ്ലിക്സിന് നേടി. അതൊരു മനോഭാവമാണ്. താൻ തുടങ്ങി വെച്ച കാര്യത്തിന് ലക്ഷ്യത്തിൽ കൊണ്ട് എത്തിക്കാനുള്ളതായിരിക്കുന്ന മനോഭാവം, നിരന്തരമായി ചെയ്യാനുള്ളതായിട്ടുള്ള മനോഭാവം, ഈ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, അഥവാ തോറ്റുവെങ്കിലും ലക്ഷ്യം ഹിമാലയം കണ്ടിട്ട് ഒരു ചെറിയ കുന്നോളമാണ് നേടാൻ പറ്റുള്ളെങ്കിലും ആ കുന്നുവരെ എത്തിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അടുത്ത നിങ്ങളുടെ യാത്ര ഹിമാലയത്തിലേക്ക് തന്നെയായിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് മനോഭാവങ്ങളാണ് മനുഷ്യന്മാരെ ജീവിതത്തിൻ്റെ വിജയങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നതായിട്ടുള്ള മന്ത്രം. അതുകൊണ്ട് നമ്മുടെ മനോഭാവത്തെ ശക്തിശാലിയാക്കിക്കൊണ്ട് നിരന്തരമായി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അതിനെ സ്ട്രോങ് ആക്കി മാറ്റി ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യാൻ പറ്റണം. ഇതൊക്കെ നേടാൻ വേണ്ടതായിരിക്കുന്ന ഒരു ബേസിക് ആയിരിക്കുന്ന കാര്യമാണ് പോസിറ്റീവായിട്ടുള്ള ലെസൺസിൻ്റെ സ്റ്റഡിയും ഡെയിലി മെഡിറ്റേഷൻ്റെ പ്രാക്ടീസും. നമുക്കറിയാം നോളജ്, അറിഞ്ഞ കാര്യത്തെ പ്രാവർത്തികമാക്കണം ുണ്ടെങ്കിൽ സിഗരറ്റ് വലിയ ആരോഗ്യത്തിന് ഹാനികരമെന്ന് എല്ലാവർക്കും അറിഞ്ഞിട്ടും എഴുത്തും വായനയും പഠിച്ചിട്ടും
ഓരോ സിഗരറ്റിന്റെ മുകളിൽ പോലും സിഗരറ്റ് വലി ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതി വെച്ചിട്ടും ആളുകൾക്ക് സിഗരറ്റ് വലിക്കാതിരിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് നോളജ് ഉണ്ട്, പക്ഷെ പവറില്ല. അതുകൊണ്ടാണ്. ശരിയായ കാര്യം ചെയ്യണോ, നമുക്ക് ശക്തി അനിവാര്യമാണ്. ശരിയായ മനോഭാവത്തെ വികസിപ്പിച്ചെടുക്കണോ, പോസിറ്റീവായിട്ടുള്ള സ്റ്റഡിയും മെഡിറ്റേഷനും അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ എല്ലാ ബ്രാഞ്ചസിലും ഇപ്പം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പോകാൻ പറ്റില്ല എങ്കിൽ പോലും ഓൺലൈനിലൂടെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. മെഡിറ്റേഷൻ പഠിക്കണം, ഡെയിലി പോസിറ്റീവ് തോട്ട്സിനെ കേൾക്കണം, അതിനെ ചേഞ്ച് ചെയ്യണം, മനോഭാവത്തെ 100% പോസിറ്റീവ് ആക്കണം. അങ്ങനെ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതങ്ങൾ വിജയവും സന്തോഷവുമായി നിറഞ്ഞതാകട്ടെ. ഈശ്വരനോട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.